ഹായ് എവരി വൺ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് നിങ്ങളൊരു വെറൈറ്റി ആയിട്ടൊരു ജ്യൂസാണ് കേട്ടോ. പ്രകൃതിയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന നാച്ചുറൽ ആയിട്ടുള്ള ജ്യൂസാണ്. ഗുണങ്ങളേറെയുള്ള ഈ ജ്യൂസ് ഉണ്ടാക്കുന്നത് വാഴപ്പിണ്ടിയിൽ നിന്നാണ് കേട്ടോ. എല്ലാ വാഴയും അതിന് ഉപയോഗിക്കുന്നതാണെന്നാണ് ഞാൻ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ കണ്ടത്. പിന്നെ പാളയംകോടൻ്റെ വാഴയ്ക്കാണ് കൂടുതലും ഗുണങ്ങളേറെ. അതായത് മൂത്രാശയ സംബന്ധമായ അസുഖങ്ങളൊക്കെ ഉള്ളവർക്ക്, മൂത്രത്തിക്കല്ല്, മൂത്രം ചുടിയില്ല അങ്ങനെയുള്ള പ്രശ്നങ്ങളുള്ളവർക്കൊക്കെയും അത്യുത്തമമായ ഒരു പാനീയമാണ് കേട്ടോ ഇത്. ഞാൻ ആ ജ്യൂസ് നിങ്ങളെ കാണിച്ചു തരാം. ഇതിങ്ങനെ നമ്മൾ മൂടി വെച്ചേക്കാണ്, വേറൊന്നും പൊടിയൊന്നും ചാടാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇത് കണ്ട, അതായത് നമ്മൾ നമ്മുടെ വാഴ വെട്ടിക്കഴിഞ്ഞിട്ട് അതിൻ്റെ ലെവലൊന്ന് ശരിയാക്കുക. ഇങ്ങനെ ഒന്നാക്കിയതിന് ശേഷം ഇതിനകത്തോട്ട് നമ്മൾ ആ വാഴപ്പിണ്ണി ഉണ്ടല്ലോ അകത്തുള്ളത്, അത് കുത്തി കുത്തി ഒരു കുഴി ഉണ്ടാക്കുക. ഒരു കൈയൊക്കെ ഇറങ്ങി പോകുന്ന രീതിയിലുള്ള ഒരു കുഴി ഉണ്ടാക്കിയിട്ട് അതിനകത്തിട്ട് ഈ ഒരു പ്ലാസ്റ്റിക് കവറോ അല്ലെങ്കിൽ ഈ വാഴയിലയുടെ സാധനം വെച്ച് തന്നെ നമുക്ക് വാഴയില വെച്ച് തന്നെ നമുക്കിത് കെട്ടി ഒന്ന് അടച്ചു വയ്ക്കാം. ഒരു 5-6 മണിക്കൂറൊക്കെ കഴിയുമ്പോഴേക്കും ഇതിനകത്ത് വെള്ളം വരാൻ തുടങ്ങും. ഇത് കണ്ടോ, ഇതാണ് നമ്മുടെ വാഴപ്പിണ്ടി ജ്യൂസ്. ഈ വെള്ളം നമ്മൾ വെറുതെ കുടിച്ചാൽ മതി. അത് ഇതിനകത്ത് ഉലുവായും ജീരകമൊക്കെ ഇട്ട് കുടിക്കുന്നവരും ഉണ്ട്, അതും ഏറെ ഗുണങ്ങളാണ്. പിന്നെ ഇത് നമ്മളൊന്നും ചെയ്യുന്നില്ല, ഇങ്ങനെ മൂടി കെട്ടി വയ്ക്കുക. പിന്നെ 5-6 മണിക്കൂർ കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരു രാത്രി കഴിയുമ്പോൾ വന്നിതെടുത്ത് കുടിച്ചാൽ മതി. പ്രത്യേകിച്ച് ടേസ്റ്റൊന്നും ഇല്ല കേട്ടോ ഇതിന്. പച്ചവെള്ളം കുടിക്കുന്നത് തന്നെ ഇരിക്കും, കമർപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല. വളരെ നാച്ചുറലായിട്ടുള്ള ഒരു ഹെൽത്തി ജ്യൂസ്. പിന്നെ ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യാനൊക്കെയും നല്ലതാണെന്ന് പറയുന്നുണ്ട്. നമ്മൾ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ കണ്ടതാണ് കേട്ടോ. നമ്മളൊന്നും ഇതുവരെയും കുടിച്ചിട്ടില്ല. നമ്മുടെയും ആദ്യത്തെ അനുഭവവും കണ്ടെത്തലുമൊക്കെയാണിത്. അപ്പം എല്ലാവരും വാഴപ്പിണ്ടി ഇങ്ങനെ വാഴ വെറുതെ വെട്ടിക്കളഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. മൂത്രാശയ സംബന്ധമായ അസുഖങ്ങൾ മാറുക മാത്രമല്ല, ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യാനും ഒക്കെ ഇത് നല്ലതാണ്. അപ്പം ഷുഗർ പേഷ്യൻസൊക്കെ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ ഇത് ഒന്നരാടൻ ഇടവിട്ട് വന്ന് നമുക്ക് ഈ വെള്ളം എടുക്കാവുന്നതുമാണ്. അതുകൊണ്ട് ഇത് ഉപയോഗശൂന്യമായൊരു സാധനമല്ല എന്നുള്ളതാണ് കേട്ടോ. വാഴപ്പിണ്ടി എന്ന് പറയുന്നത് ഉപയോഗശൂന്യമായൊരു സാധനമല്ല. ഹെൽത്തി ഡ്രിങ്ക് ഉണ്ടാക്കാനും അതുപോലെ തന്നെ പ്രമേഹ രോഗത്തെയൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റിയ പാനീയം എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ പ്രകൃതിയിൽ നിന്ന് തന്നെ ലഭിക്കുകയല്ലേ. അപ്പം ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കുക. ഇപ്പോൾ പാളയംകോടൻ്റെ വാഴയാണ് നമ്മൾ ഈ വെച്ചേക്കുന്നത്. എല്ലാ വാഴയും കുഴപ്പമില്ലാന്നാണ് പറഞ്ഞെങ്കിലും പാളയംകോടൻ്റെ വാഴയ്ക്ക് പ്രത്യേക ഒരു ഗുണം കൂടുതലുണ്ടെന്നാണ് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ വെച്ചേക്കുന്നത് പാളയംകോടൻ്റെ വാഴയാണ് കേട്ടോ ഇത്. അപ്പം ഇങ്ങനെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. ഇതിങ്ങനെ നമുക്ക് കോരി ഗ്ലാസ്സിലോട്ട് മാറ്റിയിട്ട് കുടിച്ചാൽ മതി. അപ്പം ഞാൻ എന്താ ജ്യൂസ് ഒരു ഗ്ലാസ്സിലേക്ക് കോരി എടുത്തേക്കാണ് കേട്ടോ ഇത്. അപ്പോൾ ഇനിയുണ്ട് കേട്ടോ ഇതിനകത്ത്. ഇത് ഒരു രാത്രി മുഴുവൻ കിടന്ന ജ്യൂസാണ് കേട്ടോ. അതുകൊണ്ട് ഇനി ഇതിനകത്ത് അളവ് ഇനിയുണ്ട്. 5-6 മണിക്കൂറൊക്കെ ആണെങ്കിൽ ഏകദേശം ഇത്രയൊക്കെ കിട്ടുള്ളായിരിക്കും. അപ്പം നമ്മുടെ ചാനലൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ വീഡിയോസൊക്കെ കണ്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റാ ബൈ ബൈ. ഓക്കെ, സീ യു.